നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെൻഡർ കോക്കനട്ട് സൂഫ്ലയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി മിസ് ചെയ്യല്ലേ, അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്തെടുക്കുക. ഒരു 2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ടെൻഡർ കോക്കനട്ട് ജെല്ലി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇളനീർ വെള്ളം, അഗർ പൗഡർ, പഞ്ചസാരയോട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ അരിച്ചൊരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ഒരു കസ്കസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നല്ലപോലെ തണുത്ത് കിട്ടുമ്പോൾ ഇതുപോലെ സെറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കസ്കസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ആ ഒരു ചൂടോടെ തന്നെ മിക്സ് ചെയ്തെടുക്കണം, എങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടുള്ളൂ. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ജെല്ലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതിലേക്ക് കരിക്കിൻ്റെ ഒരു പൾപ്പ്, ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പാണ് കേട്ടോ എടുക്കുന്നത്. മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീമോട് ചേർത്തിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റാം. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ജെല്ലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് സെർവ് ചെയ്യാം. നമ്മൾ ആ ഒരു ടോപ്പിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി കൊടുത്തിട്ടുണ്ട്, കുറച്ച് നട്ട്സും കൂടി കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണേ. മറ്റൊരു റെസിപ്പിയായിട്ട് വരാം. താങ്ക്